ഹായ്, ഞാൻ ഇർഷാദ്. ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു. 2010 ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത്. അവരെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത്. അവർ പിരിയുന്നവരെ ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ബാല ചേച്ചിയുടെ ഉപദേശം ഞാൻ കണ്ടിട്ടുണ്ട്. പിരിഞ്ഞ ശേഷം ഞാൻ നേരെ ചേച്ചിയോടൊപ്പം പോവുകയും ചെയ്തു. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. അപ്പം നമ്മുടെ ബാലയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ് നമ്മൾ ഇട്ടായിരുന്നു. അത്യാവശ്യം ഒരു 10-27 മിനിറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് ഈവനിങ് അദ്ദേഹത്തിന്റെ ഡ്രൈവർ, ബാലയുടെ അമൃതയുടെ പഴയ 2010 കാലത്തിലെ ഡ്രൈവർ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച സമയത്ത് അദ്ദേഹം ഒരു വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബാലയെ ഭീഷണിപ്പെടുത്തി അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. അന്നത്തെ ചിന്ന പയ്യനല്ല, ആളിപ്പോൾ വലിയ പെരിയ ആളായിട്ടുണ്ട്. അദ്ദേഹം വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ബാലയ്ക്കെതിരെ സംസാരിക്കുന്നുണ്ട്. ഒരു കാര്യം അയാൾ മെൻഷൻ ചെയ്യുന്നുണ്ട്, അമൃത ചേച്ചിക്കും കുഞ്ഞിനും ഇനി ബാല വലിയ ഇതുണ്ടാക്കുവാണെങ്കിൽ അയാൾ കുറേ കാര്യങ്ങളായിട്ട് വരും. ഇപ്പോൾ ഒരു സാമ്പിളാണെന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്കും, സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ്, ഞാൻ ഇർഷാദ്. ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു. 2010 ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത്. അവരെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത്. അവർ പിരിയുന്നവരെ ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ബാല ചേച്ചിയുടെ ഉപദേശം ഞാൻ കണ്ടിട്ടുണ്ട്. പിരിഞ്ഞ ശേഷം ഞാൻ നേരെ ചേച്ചിയോടൊപ്പം പോവുകയും ചെയ്തു. കാരണം പോകാൻ കാരണങ്ങളുണ്ട്. കാരണം ചേച്ചിനെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും, പിന്നെ എനിക്ക് അന്നവരെയും, എനിക്കന്ന് 18 വയസ്സ്, അന്നവരെയും പുള്ളിക്കാരൻ അടിച്ച് എന്നെ ചവിട്ടിന്ന് മൂക്കിന്ന് വരെ ബ്ലഡ് വന്നിട്ടുണ്ട്. ഞാൻ ചെറുതാണ്, എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് ആളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ കുടുംബമായാലും ചേച്ചിയായാലും എന്താ പറയാ, ചേച്ചിയുടെ അമ്മയ്ക്കൊക്കെ തന്നെ ഒരു മകനെ പോലെയായിരുന്നു, ചേച്ചിക്ക് ഒരു ആങ്ങളെ പോലെയായിരുന്നു. അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത്. അപ്പൊ എനിക്ക് അവരൊപ്പം നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും അങ്ങനെ അത് പോയി. പിന്നെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പുവിന്റെയും വീഡിയോ കണ്ടിരുന്നു. പാപ്പുവിന്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഞാൻ വായിച്ചു, പാപ്പുവിനെ കൊണ്ട് ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണെന്ന്. ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല. കാരണം പാപ്പുവിനെ മീഡിയയുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ അവർക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ടേ ഇവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു. 14 വർഷമായിട്ട് എന്നോട് ഇതുവരെയും അമ്മയായാലും ചേച്ചിയായാലും അബിയായാലും അച്ഛൻ മരിച്ചുപോയി, അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവർ. പക്ഷേ എല്ലാ സത്യങ്ങളും നിനക്കറിയില്ല, നീ കണ്ണോണ്ട് കണ്ടതല്ലേ, നിനക്കൊരു വീഡിയോ ആക്കി ഇട്ടൂടെ, നിനക്ക് ഇത് പറഞ്ഞൂടെ, ഇതുവരെയും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നതെല്ലാം നിങ്ങൾ കേട്ടല്ലോ. അപ്പം രാവിലെ ഞാനിങ്ങനെ ആലോചിച്ചാണ് ഈ കൊച്ചിതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നത്, എങ്ങനെ ഇതൊക്കെ പറയുന്നു എന്നുള്ള രീതിയിലാണ്. പിന്നെ കുറേ ആൾക്കാരുടെ അഭിപ്രായവും കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കും, അങ്ങനെയാണെന്നൊക്കെ കുറേ കാര്യങ്ങൾ അവർ സംസാരിച്ചായിരുന്നു എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട്. ഓക്കെ, അതിലോട്ട് ഞാൻ കൂടുതലും ഞാൻ വരുന്നില്ല. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ, അമൃതയുടെ അച്ഛനാണെങ്കിലും അമൃതയാണെങ്കിലും പിന്നെ അഭിരാമിയാന്ന് തോന്നുന്നു കേട്ടോ. ഇവരെല്ലാവരും കണ്ടതാണ് ആ ബാലയുടെ റിയൽ ഫേസ്. സത്യത്തിലാണ് ഇദ്ദേഹത്തിനെ അടിക്കുക വരെ ചെയ്തതാണ് ഈ ഡ്രൈവറിനെ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താ പറയണ്ടേ, അദ്ദേഹത്തിനോട് പോലും അവർ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നീ എന്തെങ്കിലും ഇത് കണ്ട കാര്യങ്ങൾ ഒരു തുറന്നു പറഞ്ഞൊരു വീഡിയോ ഇട്, അവരൊന്നും പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ കൊച്ചിൻ്റെ ഇഷ്ടമായിട്ടുള്ളത് ചിലപ്പോൾ ചെയ്തതായിരിക്കും. എന്തായാലും 12 വയസ്സ് ഉള്ള കുട്ടി എന്ന് പറഞ്ഞാൽ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതാണ്. ഓക്കെ, അത്യാവശ്യം ബോൾഡ്, എന്താ പറയണ്ടേ, അതിൻ്റെ സംസാരത്തിന് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നല്ല ബോൾഡായിട്ട്, നല്ല മെച്ചുവേർഡായിട്ട് തന്നെ സംസാരിച്ചു. പക്ഷെ ആ സംസാരം ബാലയ്ക്ക് ശരിക്കും ഒരു ഇതായിട്ട്, ഒരു എന്താ പറയണ്ടേ, ഒരു ബാഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്ന് കരഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു സംസാരിക്കുമ്പോൾ നമുക്കാണെങ്കിലും ഓക്കെ, ഒരു പക്ഷേ അദ്ദേഹം പറയുന്നതാണ് ശരി എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിപ്പോവും. പിന്നെ ഇദ്ദേഹം ഇത്ര ക്ലിയർ ആയിട്ട് പറയുമ്പോൾ ഓക്കെ, എന്തൊക്കെയോ സത്യം ഉണ്ടെന്ന് നമുക്കിപ്പോൾ തോന്നുന്നുണ്ട്. നമുക്ക് ഭാഗ്യം കൂടെ ഒന്ന് കേട്ടു. അങ്ങനെ ചെയ്യാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ ഈ വീഡിയോ കാരണം നിങ്ങൾ ആലോചിക്കും, ഇത്ര നാൾ നീ എവിടെയായിരുന്നു, ഇത്ര നാൾ ഞാൻ മിണ്ടാണ്ടിരുന്നതാ. ഇപ്പൊ എനിക്ക് പാപ്പുവിന്റെ ചേച്ചനും ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അത്ര വിഷമമായുണ്ട്. ഈ വീഡിയോ പോലും അവർക്കറിയില്ല. അവർ ആ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. അതൊന്നും നുണയല്ല അവർ പറഞ്ഞത്, സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടിരുന്നത്. പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇതല്ല, ഇതിൽ കൂടെ ഒരുപാട് പറയാനുണ്ട്. ഇനിയും കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയണം. കാരണം അവർ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ്. അവർ ചെറിയൊരു കുടുംബമാണ്, 3 പെണ്ണുങ്ങളും ഒരു കൊച്ചു ഇറങ്ങിയ ഒരു കുടുംബം. അവരവരേതായ പാട്ടിൽ പോയിക്കോട്ടെ, അവരവരേതായ ജീവിതം ജീവിച്ചു പോയിക്കോട്ടെ. പിന്നെ ബാലയുടെ കൂടെ നടക്കുന്ന കുറച്ച് മീഡിയക്കാർ അവർ വരെ വലിച്ചു കീറിയിട്ടുണ്ട്. ഇനിയും വലിച്ചു കീറാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ഞാൻ ഈ വീഡിയോ ഞാൻ നിർത്തില്ല. എനിക്ക് പല കാര്യങ്ങളും പലതും എനിക്ക് തുറന്ന് പറയേണ്ടി വരും. ഞാൻ തുറന്ന് പറയുകയും ചെയ്യും. കാരണം അവരെ ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ. അവർ പരമാവധി സഹിച്ച്. ഇതുവരെയും ചേച്ചി പ്രതികരിച്ചിട്ടുണ്ടായില്ല ഒരു വീഡിയോയിൽ. എല്ലാവരും ചേച്ചിയോട് പ്രതികരിക്കാൻ പറയുമ്പോഴും ചേച്ചി എന്താ സൈലന്റ് ആയി പോയത്, വേണ്ട പിന്നെ അത് ചേച്ചി പ്രതികരിച്ച് ആ കൊച്ചിനെ ഇതിട്ട് ഇൻക്ലൂഡാക്കി. അതിന്റെ പേരിലൊക്കെ ചേച്ചിയും ഒന്നും ഇത്ര നാളൊന്നും പ്രതികരിക്കാതിരുന്നത്. അപ്പൊ നിങ്ങളോടെല്ലാവരോടുള്ള ഒരു അപേക്ഷയാണ്, ഈ വീഡിയോ കാണുന്ന ഒരു അപേക്ഷ. സത്യസന്ധമായ കാര്യങ്ങളാണ് നമ്മുടെ ചേച്ചിയും പാപ്പും എന്ന് പറഞ്ഞത്. ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് മീഡിയക്കാരോട്, നിങ്ങളും ആ വീഡിയോ കണ്ടുണ്ടാവുമല്ലോ, ഇനിയെങ്കിലും നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കൊച്ചു മനസ്സിൽ കള്ളമില്ല എന്ന് നമ്മളെല്ലാവരും ചെറുപ്പം തന്നെ കേൾക്കുന്നല്ലേ.
പുള്ളിക്കാരൻ പറയുന്നത് കേട്ടല്ലോ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്, പറഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ നാറാൻ ചാൻസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഈ പറയുന്ന അമൃത ഒരു ഇന്റർവ്യൂവിലും വന്നിട്ട് ബാലയെക്കുറിച്ച് എന്താ പറയുക, മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല വലുതായിട്ടൊക്കെ. പിന്നെ അവരൊരു വേറൊരു കല്യാണം കഴിച്ചു, ഗോപി സുന്ദരമായിട്ടുള്ളൊരു കല്യാണം. അതുവരെ ഇപ്പോൾ കമൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഫേസ്ബുക്ക് അമ്മാവന്മാരോട് എടുത്ത് പറയേണ്ട ഒരു കാര്യം വേണം, കുറച്ചൊക്കെയുള്ള യൂട്യൂബൊക്കെ എന്തൊരു ഭേദമാണെന്നറിയോ. ഫേസ്ബുക്കിലൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും വിളി കേൾക്കണം. ആ കൊച്ചു കുഞ്ഞിനെ ഇവരെ വിളിക്കുന്ന ഒരു വിളി, എൻ്റെ പൊന്നോ നീ തള്ളയുടെ മോളല്ലേ നീ. ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഇതാണ്ട് പോലാണ് സത്യത്തിൽ. എടാ വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നത്തിൽ അവരെന്ത് പിഴച്ചു സത്യത്തിലാ? ഇപ്പം നമ്മൾ വിചാരിക്കാം ഇവരൊക്കെ നല്ല സ്റ്റാർ വാല്യൂ ഉള്ള വീട്ടിലെ എന്താ പറയണ്ടേ കുട്ടികളാണ്, എന്താ സ്റ്റാർ എല്ലാം. ഇപ്പം അമൃത പോകുമ്പോൾ ഓക്കെ കുറേ മീഡിയകളില്ലെന്ന്, ബാല ഇല്ലുമ്പോൾ കുറേ മീഡിയ. സത്യം പറഞ്ഞാൽ ഇവരും മനുഷ്യരാണ്, ഇവർക്കും ഒരുപാട് പ്രഷറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ ഇവിടെ വീഡിയോ ഇടുന്ന ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, ഇപ്പം എന്നെക്കാളും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും അവരനുഭവിക്കുന്ന വേദനകളും ഒക്കെ അറിയുമ്പോൾ നമ്മൾ ഷോക്കായി പോകും സത്യത്തിലാണ്. നമ്മൾ ഈ TV കാണുന്നവരൊക്കെ, ഞാനും കുറച്ച് പേരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ യൂട്യൂബ് പരിപാടി തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ. അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഒരുപാട് വേദനകളുണ്ട്. നിങ്ങളുടെ ഒരു കമൻ്റ് ആണെങ്കിൽ പോലും പറഞ്ഞാൽ മനസ്സിലായോ? അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിടല്ലേ. എന്തായാലും അദ്ദേഹം പറയുന്നത് കുറച്ചും കൂടെ വെക്കാം. കൊച്ചു മനസ്സിൽ കളങ്കമില്ല. അപ്പോൾ ഇനിയും ബാലെ അവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതുമായി വരും. എനിക്ക് ഇത്ര ഇപ്പോൾ പറയാനുള്ളൂ. കാരണം ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും പറയാനുള്ളൂ. ഞാൻ ഇനി ഇതുപോലെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടി വരും. ഇത് ബാല ഞാൻ ഭീഷണിപ്പെടുത്തായിട്ട് തോന്നണ്ട. കാരണം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ബാല എന്നെ ഭീഷണിപ്പെടുത്തിയ വീഡിയോ ബാല ഇട്ടിരുന്നു. ഒരു ചിന്ന പയ്യൻ അവൻ വന്ന് എന്നെ എന്തൊക്കെ പറഞ്ഞ് ഗവൺമെന്റ് ബാല ഗവൺമെന്റ് ആവും എന്നെ ഒന്ന് പേടിപ്പിച്ച് എന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അന്നത്തെ കാലത്ത് അതും എനിക്ക് പറയാൻ ഇപ്പോൾ താല്പര്യമില്ല. പക്ഷെ അത് ഇനി അങ്ങോട്ട് ഇവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പറയേണ്ടി വരും. ശരിയെന്നാ. ഒരു ചിന്ന പയ്യൻ, എനിക്ക് ഓർമ്മയുണ്ട്, ഇത് എവിടെയോ ഞാനൊരു ഇത് കേട്ടതാണ്, പുള്ളി പണ്ട് ഫേസ്ബുക്കിൽ പറഞ്ഞ സംഭവം തോന്നുന്നു. ഓക്കെ, എന്നാൽ ചിലപ്പോൾ അതായിരിക്കും ഇദ്ദേഹം. അന്ന് അദ്ദേഹം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ കഥകളൊക്കെ ആണ് പറയുന്നത്. എന്തായാലും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ബാലയുടെ ഭാഗത്ത് തെറ്റുകളും കാര്യങ്ങളുണ്ട്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഈ സംഭവങ്ങൾ തീർക്കാൻ നോക്കുന്നതായിരിക്കും നല്ലത്. കൊച്ചിനെ ഓർത്തിട്ടെങ്കിലും ദയവ് ചെയ്ത് ഇനി സോഷ്യൽ മീഡിയ വന്നിട്ട് അമ്മ എക്സ്പ്ലനേഷനായിട്ട്, അച്ഛൻ എക്സ്പ്ലനേഷനായിട്ട്, മുത്തശ്ശന് ഇവരാരും വേണ്ട. അതതിൻ്റെ കാര്യങ്ങൾ നോക്കി പഠിച്ച് നല്ലൊരു ലെവലിലെത്തട്ടെ ആ കുട്ടി. അപ്പം ഇത് സോഷ്യൽ മീഡിയ കണ്ടന്റാണ് ബ്രോ, ഇത് കണ്ടന്റാണ്. ഇപ്പോൾ ബാലയുടെ കാര്യങ്ങൾ എടുത്താൽ നമ്മളിപ്പം റിയാക്ട് ചെയ്യുന്നവർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ചിലപ്പോൾ തപ്പി പിടിച്ച് പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി കറക്റ്റ് കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പം വന്നിട്ട് നമ്മൾ കുറ്റക്കാരാന്ന് പറയരുത്. നമ്മൾ കുറ്റക്കാരാന്നും പറയുകയൊന്നും ചെയ്യരുത്. ബാല വന്നുവെന്നും കൊച്ചുകുട്ടിയുടെ കൂട്ടായിപ്പോയൊരു ബാല എനിക്കറിയാം. നമ്മൾ ഈ വീഡിയോസിലും കൂടെ കാണാം. പിന്നെ ആളിച്ചിരി പക്ക പിന്നെയും ആ പഴയ പ്രൗഡി ബോൾഡായിട്ട് വന്നൊരു വ്യക്തിയാണ്. ഇപ്പം എന്താ പറയണ്ടേ, ഇന്നെന്തായാലും കൊച്ചിൻ്റെ ഒരു സംസാരത്തോടെ പുള്ളിയുടെ അടപ്പ് തെറിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. എന്താ പറയണ്ടേ, കൺട്രോൾ ചെയ്ത് അവനവൻ്റെ കാര്യങ്ങൾ നോക്കി അവർക്ക് വേണ്ട, അവർ നല്ലൊരു ജീവിതം നോക്കുന്നുണ്ട്. നിങ്ങൾ പോകാൻ നോക്കുക നല്ല രീതിയിലാണ്. ഇപ്പം വരുന്നവരും പോകുന്നവരും എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല, അതുകൊണ്ടൊന്ന് ചിന്തിക്കുക. അതുകൊണ്ട് നിങ്ങൾ സ്ട്രോങ് ആകാൻ നോക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, നമ്മളാരും ഉപദേശിക്കാൻ മാത്രം ആരും ഒന്നും ആയിട്ടില്ല. ഓക്കെ, ബൈ ഗൈസ്. നമ്മുടെ വീഡിയോസ് കൂടെ നിർത്തുകയാണ്. ലവ് യു ഓൾ, ബൈ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യാം. ബൈ.